ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമസ്കാരം. എല്ലാവർക്കും മോംസ് ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 2020 ജനുവരി 1. എല്ലാവർക്കും നല്ലൊരു വർഷത്തിൻ്റെ തുടക്കം തന്നെ ആവട്ടെ. അപ്പോൾ ന്യൂ ഇയറൊക്കെ അല്ലേ, നമുക്കൊരു പുഞ്ചിരിയിൽ തന്നെ തുടങ്ങാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പൊട്ടാറ്റോ സ്മൈലിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഇവിടെ ഒരു 4 പൊട്ടാറ്റോ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തൊലിയോട് കൂടി വേണമെങ്കിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാം, ഇനി കട്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലോട്ട് ഈ 4 പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വിസിലൊക്കെ അടിക്കേണ്ടി വരും. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോയുടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കണം. ഒരു തവി ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇത് തണുത്തതിന് ശേഷമാണ് ഉടച്ചെടുക്കുന്നതെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. മിക്സിയിൽ ഇടുകയാണെങ്കിൽ അത് ഫുള്ള് ലൂസായി പോകും. ഇനി നമുക്കിതൊരു തവി ഉപയോഗിച്ച് പൊടിച്ചെടുക്കാം. തവിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ബ്രെഡിൻ്റെയാണ് ചേർത്തിട്ടുള്ളത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതുകൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് കുട്ടികൾക്കായതുകൊണ്ടാണ്. ഇതിന് പകരം നമുക്ക് 2 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ഒട്ടാന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം എണ്ണ തടവിയതിന് ശേഷം മാത്രം കുഴച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാനൊരല്പം മൈദ തൂവിയിട്ടുണ്ട്, അടിയിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ തിന്നായിട്ട് പരത്തിയെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടൂല. അപ്പോൾ അത്യാവശ്യം കട്ടി വേണം. ഒരു ബോട്ടിലിൻ്റെ ലിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഏത് ലിഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ 2 എണ്ണം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. ബാക്കിയുള്ള ഡോ ഉണ്ട്, അത് കളയേണ്ട ആവശ്യമില്ല. അത് നേരത്തെ ചെയ്തതേപോലെ തന്നെ നമ്മൾ പരത്തിയതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണുണ്ടാക്കി കൊടുക്കാം. ഞാനൊരു സ്ട്രോ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഏത് സ്ട്രോ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ കണ്ണുണ്ടാക്കുമ്പോൾ ഒട്ടാണ് തോന്നുകയാണെങ്കിൽ സ്ട്രോ ഒന്ന് ഓയിലൊന്ന് ഡിപ്പ് ചെയ്താൽ മതി. അതിന് ശേഷം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ കണ്ണുണ്ടാക്കി ഇനി നമുക്ക് വായ ഉണ്ടാക്കണം. അപ്പോൾ ഒരു സ്മൈലിയാണ് ഉണ്ടാക്കുന്നത്. ന്യൂ ഇയർ ഒക്കെ അല്ലേ, കുറച്ച് വലിയ സ്മൈലി തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ സ്മൈലി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ചട്ടിയാണെങ്കിൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഫ്രൈ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ സ്മൈലി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാം ഫ്രൈ ചെയ്തു. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. തീരെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൊട്ടാറ്റോ സ്മൈലി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മോംസ് ലൈഫ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും വ്ളോഗ്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.